ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റോഷ്നീസ് വേൾഡ്. ഇന്ന് ചപ്പാത്തി ഷവർമയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് നമുക്ക് കുട്ടികൾക്ക് ഈവനിങ് സ്നാക്സ് ആയിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അതെല്ലാം നമുക്ക് ലഞ്ച് ബോക്സിൽ വരെ കൊടുത്തുവിടാൻ പറ്റിയൊരു റെസിപ്പിയാണ്. നിങ്ങളിത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ കൂട്ടുകാർക്ക് ഫാമിലിക്ക് ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ആദ്യമായിട്ട് ചാനൽ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ തരണം. അപ്പോൾ നമുക്ക് ചപ്പാത്തി ഷവർമ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ ബോൺലെസ് ചിക്കനാണ് എടുത്തത്. ബോണോട് കൂടിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത് ഫ്രൈ ചെയ്തതിന് ശേഷം പിച്ചി എടുത്താൽ മതി. ഞാനിപ്പോൾ ബോൺലെസ് ആയതുകൊണ്ട് തന്നെ ഇതുപോലെ നീളത്തിലാണ് കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ നിങ്ങൾ ബോൺലെസ് ചെറിയ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി ഇതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂണിൻ്റെ നിറയെ എടുത്തിട്ടില്ല പെരിഞ്ചീരകയില്ലേ അത് പൊടിച്ചത് കൂടെ ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത് എന്തിനാന്ന് പറഞ്ഞാൽ ഞാൻ കുറേ സമയമൊന്നും ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നില്ല, ഒരു അരമണിക്കൂർ എങ്ങാണ്ട് വെക്കുന്നുള്ളൂ. അപ്പോൾ പെട്ടെന്ന് ചിക്കനിൽ പൊടികൾ പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ട്രിക്ക് നിങ്ങൾ ചെയ്തു നോക്കൂ. വളരെ ഈസി ആയിട്ട് നമുക്ക് പൊടികളൊക്കെ ചിക്കനിൽ പിടിപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കുന്നുണ്ട്. ഇനി ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഡോ ഒന്ന് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കട്ടെ. അതിനായിട്ട് 1 കപ്പോ 1.5 കപ്പോ എത്രയാണോ നിങ്ങൾക്ക് ചപ്പാത്തി ആവശ്യം അതിനനുസരിച്ചിട്ടുള്ള പൊടി എടുക്കുക. എന്നിട്ട് അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുക. ഇതുപോലെ ഇങ്ങനെ കൈവച്ച് നല്ല സോഫ്റ്റ് ആക്കിയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ചപ്പാത്തിയൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയായിരിക്കുമെങ്കിലും അറിയാത്തവർക്കൊക്കെ ഒരു ഉപകാരപ്പെടുമല്ലോ, അതിന് വേണ്ടി കാണിച്ചതേ ബാച്ചിലേഴ്സിനൊക്കെ ഉപകാരപ്പെടാൻ വേണ്ടിയിട്ട് ചെയ്തതേ. ഇനി അതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി മയോണൈസിന് വേണ്ടിയിട്ട് 2 മുട്ട മിക്സിയുടെ ജാറിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ വൈറ്റും യെല്ലോ ഒന്നും മാറ്റിയിട്ടല്ല മയോണൈസ് ഉണ്ടാക്കുന്നത്, ഒന്നിച്ചിട്ട് തന്നെ അടിച്ചെടുക്കുന്നത് കേട്ടോ, പെട്ടെന്ന് കഴിയാൻ വേണ്ടിയിട്ട്. ഇനി ഒരു 2-3 അല്ലി വെളുത്തുള്ളിയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും വിനാഗിരിയും കുറച്ച് ഒഴിച്ചിട്ട് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്ത് കൊണ്ടുവരാം. ഇതിപ്പം ലൂസ് കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് തിക്ക് കൺസിസ്റ്റൻസി ആക്കണ്ടേ. അപ്പോൾ അതിലോട്ട് കുറച്ച് ഞാനൊരു 1/4 ടീസ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഓപ്ഷനല്ല കേട്ടോ. ഇനി ഇതിലോട്ട് 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെ ഓയിൽ, സാധാരണ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിക്കരുത് കേട്ടോ. അപ്പോൾ ഇത് ഒഴിച്ചിട്ട് ഇതുപോലെ തിക്ക് കൺസിസ്റ്റൻസിയിൽ ഞാൻ അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഓയിൽ നമുക്ക് എത്രത്തോളം വേണോ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഒഴിച്ചൊഴിച്ച് കൊടുത്തിട്ട് അടിച്ചെടുക്കുന്നതാണ് നല്ലത് കേട്ടോ. ആദ്യം തന്നെ കൂടുതലായിട്ട് ഒഴിക്കണ്ട, നോക്കി അടിച്ചെടുത്ത് ഇതുപോലൊരു കൺസിസ്റ്റൻസി ആക്കിയിട്ട് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോഴേക്കും കണ്ടോ ചിക്കനിൽ നന്നായിട്ട് പൊടികളൊക്കെ പിടിച്ചിട്ട് ഞാൻ കുറേ സമയമൊന്നും വെച്ചിട്ടില്ല കേട്ടോ. 10-25 മിനിറ്റേ ആയിട്ടുള്ളൂ, അരമണിക്കൂർ പോലും ആയിട്ടുണ്ടായിരുന്നില്ല. ഇനി ഇത് നമുക്ക് പാനിലോട്ട് ഞാൻ ഷാലോ ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത്. അപ്പം ഇത് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഷവർമ ഉണ്ടാക്കുമ്പോൾ അധികം ഷാലോ ഫ്രൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു നമ്മളെ ഷവർമ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്ന അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ എണ്ണ കുറച്ച് ഫ്രൈ ചെയ്തെടുക്കാൻ നോക്കാം കേട്ടോ. അപ്പം മുഴുവനും വെച്ച് കൊടുക്കാം. ഇനി ഇത് തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഞാനൊന്ന് അടച്ച് വെച്ച് ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ച് വെച്ച് കൂടെ കുക്ക് ചെയ്തെടുക്കും കേട്ടോ. അപ്പം നല്ല സോഫ്റ്റായിട്ടും കിട്ടും ചിക്കൻ. പിന്നെ പെട്ടെന്ന് തന്നെ വെന്തും കിട്ടുമല്ലോ, ചിക്കനല്ല. അപ്പം ഞാനൊന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ കുക്കായി കിട്ടിയിട്ടുണ്ട്. ചിക്കൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റും ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ നന്നായിട്ട് അത് വറ്റിച്ചെടുക്കാൻ നോക്കാം. അതുപോലെ എണ്ണ കൂടുതൽ ഒഴിക്കാനും നിൽക്കണ്ട. ഇപ്പോൾ ഇതാ ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. ഇനി ഇതേ എണ്ണയിൽ തന്നെയാണ് ഞാൻ മറ്റ് വെജിറ്റബിൾസ് ഒന്ന് വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ ഞാൻ നീളത്തിലാണ് എല്ലാ വെജിറ്റബിൾസും വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ ഞാനിപ്പം ഉള്ളി നീളത്തിലരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ഉള്ളിയാണ് ഞാൻ എടുത്തത്. നിങ്ങൾക്ക് എത്രയാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഉണ്ടാക്കാൻ അത്രയും ഉള്ളി എടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഞാനിനി ഈ മസാലയിലോട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. വല്ലാണ്ട് ഗോൾഡൻ ബ്രൗൺ നിറന്നാവണ്ട, ആ മസാല പിടിക്കാൻ വേണ്ടി മാത്രം. അപ്പോൾ ഇനി ഇതിലോട്ട് ഞാനിതാ ക്യാബേജ് ഒരു 1/4 ഭാഗത്തോളം ക്യാബേജ്, 1/4 കപ്പ് ക്യാബേജ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. ഈ ക്യാബേജ് വഴറ്റുന്നതിൽ വേറൊരു കാര്യം കൂടെ ഉണ്ട്. തൈറോയ്ഡ് പ്രോബ്ലം ഉള്ളവർക്കൊക്കെ ഇത് വഴറ്റിയിട്ട് ഉപയോഗിക്കുന്നത് നല്ലത് കേട്ടോ. ക്യാബേജ് ഒന്ന് വഴറ്റിയെടുക്കുന്ന സമയത്ത് കൂടെ തന്നെ ഒരു ചെറിയ പീസ് ക്യാപ്സിക്കം കൂടെ, ഗ്രീൻ ക്യാപ്സിക്കം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ യെല്ലോ ക്യാപ്സിക്കം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇടണമെന്നില്ല, നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എൻ്റെ കയ്യിലിപ്പോൾ യെല്ലോ ഉണ്ട്, ഗ്രീൻ ഉള്ളത് കൊണ്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നതേ ഉള്ളൂ. ഇനി ക്യാപ്സിക്കം ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, മറ്റുള്ള വെജിറ്റബിൾസ് മാത്രമായാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ കുറച്ചുകൂടെ ടേസ്റ്റി ക്യാപ്സിക്കം വെക്കുമ്പോഴാണ് കേട്ടോ. അപ്പോൾ ഇനി ക്യാപ്സിക്കം ഇട്ടതിന് ശേഷം കൂടുതൽ വഴറ്റണമെന്നില്ല. അതിൻ്റെ കൂടെ തന്നെ തക്കാളി ഞാൻ നീളത്തിലാണ് അരിഞ്ഞത്. അതിനുള്ള സീഡ്സൊക്കെ കളഞ്ഞിട്ട് തക്കാളി ചേർത്ത് കൊടുക്കുന്നത് നല്ലത് കേട്ടോ.
അല്ലെങ്കിൽ പിന്നെ അതിങ്ങനെ ഒരു ജ്യൂസി ആയിട്ട് നമ്മൾ ചപ്പാത്തിയിൽ ഫില്ല് ചെയ്യുന്നവരൊക്കെ ബുദ്ധിമുട്ടാവും. അപ്പോൾ അതൊന്ന് കളഞ്ഞതിന് ശേഷം ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത്. ഇട്ട് കൊടുത്താൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് ഞാനൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. വല്ലാണ്ട് ഞാൻ പറഞ്ഞതുപോലെ ഒന്നും വഴറ്റി ഉടക്കണമെന്നില്ല കേട്ടോ. ആ കേബേജ് ഒന്ന് വഴറ്റി കിട്ടാൻ വേണ്ടി മാത്രമാണ്. പിന്നെ ആ മസാല ഒക്കെ അതിലേക്ക് പിടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് അല്ലേ. അപ്പോൾ ഞാനിപ്പോൾ അതിൽ തന്നെ വെക്കാതെ വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കുന്നത്. കാരണം വീണ്ടും അതിൽ കിടന്നിട്ട് അത് നന്ന വയൻ്റെ ഉടഞ്ഞു പോകേണ്ടത് കരുതി മാറ്റി കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഞാൻ ചപ്പാത്തി കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഓരോ ഉരുളകളാക്കിയിട്ട് മാറ്റിയിട്ട് നമ്മൾ സാധാരണ ചപ്പാത്തി എങ്ങനെയാണെന്ന് ചുട്ടെടുക്കുന്നത്. അപ്പോൾ നിങ്ങളെ കയ്യിൽ ചപ്പാത്തി ചുട്ടതുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കുട്ടികൾക്ക് പിറ്റേന്ന് സ്കൂളിലേക്കോ അല്ലെങ്കിൽ സ്നാക്സ് ആയിട്ടോ ലഞ്ച് ബോക്സിലോ എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതിങ്ങനെ കാണിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടാവില്ല, അവർക്കൊക്കെ ഉപകാരപ്പെട്ടോട്ടെന്ന് വെച്ചിട്ടാണ് ഈ ചപ്പാത്തി കുഴക്കുന്നതും പരത്തുന്നതും ചുടുമ്പോഴുള്ളൊരു ട്രിക്ക് ഉണ്ട് നന്നായി പൊങ്ങിക്കിട്ടാനുള്ള അതൊക്കെ പറഞ്ഞു തരാമെന്ന് ഉദ്ദേശിച്ചത് കേട്ടോ. എൻ്റെ മോനൊക്കെ ഹോസ്റ്റലിൽ നിന്നിട്ട് ചെയ്യുമ്പോൾ ഓരോന്ന് എന്നോട് വിളിച്ച് ചോദിച്ചത് ഓർമ്മ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ അത് മറ്റുള്ളവർക്കും അതുപോലെ കുട്ടികളൊക്കെ ഇപ്പോൾ പഠിക്കുന്ന സമയത്ത് അവർക്കൊക്കെ ഒരു ഉപകാരപ്പെട്ടോട്ടെ എന്ന് കരുതി ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്ന കുട്ടികളല്ലേ ഇന്ന് ഈ കാലത്ത് കൂടുതലുള്ളത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്ത് കാണിക്കുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അറിയുന്നവർ ഇതങ്ങ് സ്കിപ്പ് ചെയ്തോളൂ ഈ ഭാഗം കേട്ടോ. ഇനി ഓരോ ഉരുളകളിലും കുറേശ്ശെ പൊടി തൂക്കിയിട്ട് ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ പരത്തിയെടുക്കുക. ഇനി നിങ്ങൾക്ക് സ്ക്വയർ ഷേപ്പ് വേണമെങ്കിൽ കുറച്ച് എണ്ണ തൂക്കിയിട്ട് മടക്കിയെടുത്താലും മതി കേട്ടോ. എന്നിട്ടൊന്ന് പരത്തിയാൽ മതി. ഇനി നമ്മളിപ്പം ചുട്ടെടുക്കുന്ന സമയത്ത് പൊങ്ങി വരാനുള്ള ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പം അത് ഇട്ട് കൊടുത്ത ഉടനെ തന്നെ നമ്മളതങ്ങ് തിരിച്ചിട്ട് കൊടുക്കണം. ചിലർ നമ്മളൊക്കെ ആദ്യമൊക്കെ എനിക്കും പറ്റിയൊരു അബദ്ധമാണ് അതൊക്കെ. നമ്മളിങ്ങനെ വെച്ചിട്ട് അത് കുറേ സമയം വെയിറ്റ് ചെയ്യും. അപ്പോഴേക്ക് ആ ഭാഗം ഹാർഡാവും. അങ്ങനെ ചെയ്യരുത്. നമ്മൾ ഇട്ട് കൊടുത്ത ഉടനെ തന്നെ അതങ്ങ് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ എന്നിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ സൈഡിൽ നിന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതുപോലെ അങ്ങ് പൊങ്ങി വന്നോളൂ കേട്ടോ. ഇതൊക്കെ നമ്മൾ ഓരോ കാലങ്ങൾ കൊണ്ട് പഠിച്ചെടുക്കുന്ന കാര്യങ്ങളല്ലേ. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞതെന്നില്ല. അപ്പോൾ അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അല്ലേ അത് അങ്ങനെ ഞാനായാലും ഇപ്പോൾ വേറൊരു അറിവ് അവർക്ക് അറിയുമെങ്കിൽ ഞാനായാലും അത് ആക്സെപ്റ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഞാനിപ്പോൾ ചപ്പാത്തി മുഴുവനായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫില്ല് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് മയോണൈസ് ആദ്യം ഒന്ന് അതിൻ്റെ മുകളിലേക്കൊന്ന് പുരട്ടി കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ മയോണൈസ് വേണ്ടത് 1 or 2 ടേബിൾ സ്പൂൺ. കുട്ടികൾക്കൊക്കെ മയോണൈസ് ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം അതിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. കൂടെ ഞാൻ ടൊമാറ്റോ കെച്ചപ്പും കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്താണോ നിങ്ങൾക്ക് ആവശ്യം. ഇനി ടൊമാറ്റോ കെച്ചപ്പ് കൂടുതൽ വേണം മയോണൈസ് വേണ്ടാന്നുണ്ടെങ്കിൽ അതില്ലാതെ വെറും ടൊമാറ്റോ കെച്ചപ്പ് മാത്രമാക്കിയിട്ടും ചെയ്യാം. ഇനി ടൊമാറ്റോ കെച്ചപ്പ് ഇല്ലാതെ മയോണൈസ് മാത്രമാക്കിയിട്ട് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അതൊക്കെ ഓരോരുത്തർക്കും ഓപ്ഷനിലാണ് കേട്ടോ. എങ്ങനെയാണെന്ന് വേണ്ട ചെയ്ത് കൊടുക്കുക കുട്ടികളുടെ ഇഷ്ടാനുസരണം. ഇനി നമ്മൾ മാറ്റി വെച്ച ഈ വെജിറ്റബിൾസിലെ വയറ്റി മാറ്റി വെച്ചത് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നിങ്ങൾക്ക് എത്രത്തോളം വേണോ അതിനനുസരിച്ചിട്ട് കൂട്ടയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. നമ്മളെ ചപ്പാത്തിയുടെ ആ വലിപ്പം അനുസരിച്ച് ചെയ്യുന്നതാണ് നല്ലത്. ഇതൊക്കെ ഹോസ്റ്റലിലും ബാച്ചിലേഴ്സിനൊക്കെ എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ റെസിപ്പീസ് അല്ലേ. അപ്പോൾ എന്നോട് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കുറച്ച് റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു, ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നോട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെയുള്ളതൊക്കെ ഈസി ആയിട്ട് കാണിച്ചു തരുന്നത്. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചതും കൂടെ അതിലേക്ക് വെച്ച് കൊടുക്കുക. കാരണം ഞാൻ പറഞ്ഞല്ലോ നീളത്തിൽ വെച്ച് കൊടുക്കുമ്പോൾ ഉള്ള ഉപകാരം കുട്ടികൾക്കാവുമ്പോൾ അതിങ്ങനെ പീസാകുമ്പോൾ വീണ് പോകാനുള്ള വഴിയുണ്ട്. അപ്പോൾ ഇതാവുമ്പോൾ കുട്ടികൾ കഴിക്കുമ്പോൾ അതിലങ്ങ് നന്നായിട്ട് പതിഞ്ഞങ്ങ് നിന്നോളും കേട്ടോ നീളത്തിലാവുമ്പോൾ. അപ്പോൾ കഴിയുന്നതും ബോൺലെസ് എടുക്കുന്നതാണ് നല്ലത്. എങ്കിലും ബോൺലെസ് അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഒന്ന് ഫില്ല് ചെയ്തെടുത്തിട്ട് ഇതുപോലെ 2 ഭാഗവും ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് അങ്ങ് സ്റ്റിക്കായി നിന്നോളും കേട്ടോ. കാരണം എഗ് മയോണൈസ് അല്ലേ നമ്മൾ അതിൽ തേച്ച് കൊടുത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് സ്റ്റിക്കായി നിന്നോളൂ. അപ്പോൾ ഇനി ഇത് അങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. ഇനി ബാക്കിയുള്ളതെല്ലാം ഞാൻ ഇതേപോലെ പെട്ടെന്ന് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മുടെ ചപ്പാത്തി ഷവർമ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസിയല്ലേ ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ ഇത് ബാച്ചിലേഴ്സിനൊക്കെ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടമാവുകയാണെങ്കിൽ കൂട്ടുകാർക്കും ഫാമിലിക്കും കൂടെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതുപോലെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൊടുത്തരണം. ഇതിനു മുൻപും ഒരുപാട് വീഡിയോസ് എൻ്റെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടു നോക്കാം. എന്നിട്ട് സപ്പോർട്ട് തരാം. അപ്പോൾ പുതിയ വീഡിയോയിൽ കാണുമ്പോഴേക്കും താങ്ക്